രാജാതിരാജാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം സീരീസിലെ 21-ാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ ലവോദിക്കയിലെ സഭയ്ക്കുള്ള ദൂതായിരുന്നു വിഷയം. അടുത്തതായി 4-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 6-ാം അധ്യായം മുതലുള്ള പ്രവചനങ്ങളെ ഗ്രഹിക്കുവാൻ ഒരു സുപ്രധാന വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പഴയ നിയമവും വെളിപ്പാട് പുസ്തകവും തമ്മിലുള്ള ബന്ധം എന്നതാണ്. പഴയ നിയമവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഴയ നിയമ ദൈവാലയം ആണ് ഉള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്ന ന്യായവിധികൾ പഴയ നിയമത്തിന് അനുസൃതമായവയാണ് എന്ന സൂചന നൽകുന്നു. അവ എപ്പോൾ സംഭവിക്കേണ്ടവയാണെന്ന് ഗ്രഹിക്കുവാൻ പഴയ നിയമം എപ്പോൾ വരെ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി പഴയ നിയമം തിരിച്ചു വരുമോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഈ ന്യായവിധികൾ ആരുടെ എന്നും എപ്പോൾ നടക്കേണ്ടിയവ എന്നും മനസ്സിലാക്കുവാനാകുകയുള്ളൂ. അതുകൊണ്ട് അതാണ് ഈ ക്ലാസ്സിലെ വിഷയം. പഴയ നിയമം എപ്പോൾ വരെ? ദൈവം പഴയ നിയമത്തെ മോശ വഴിയാണ് നൽകിയത്. എപ്പോൾ വരെയാണ് നൽകിയത്? ഗലാത്യർ 3:19 പറയുന്നത് കേൾക്കാം. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. പഴയ നിയമം വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ആരാണ് ആ സന്തതി? ക്രിസ്തു. ഇത് ഗലാത്യർ 3:16 സ്പഷ്ടമാക്കിയിട്ടുണ്ട്. അബ്രാഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെയാണ്. ആകയാൽ പഴയ നിയമം നിയമിക്കപ്പെട്ടിരുന്നത് ക്രിസ്തു വരുന്നത് വരെ മാത്രം ആയിരുന്നു. റോമർ 10:4 ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. ഇങ്ങനെ പഴയ നിയമം ക്രിസ്തുവിൻ്റെ വരവോടെ അവസാനിക്കേണ്ടത് ആയിരുന്നു. എഫേസ്യർ 2:14 ഇതേ സത്യത്തെ പറഞ്ഞിരിക്കുന്നത് ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്നാണ്. അതായത് പഴയ നിയമം നിലനിൽക്കുന്നിടത്തോളം യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നുമുള്ള വിശ്വാസികളെ ചേർത്ത് ഏക ശരീരമായി ഏക സഭയായി പണിയുവാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് പഴയ നിയമത്തെ ശത്രുത്വം അഥവാ എതിരായി നിൽക്കുന്ന ഘടകം എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പഴയ നിയമം യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നുമുള്ള വിശ്വാസികളെ പിരിച്ചു നിർത്തുമായിരുന്നത് എന്ന് ഇനി പറയാം. റോമർ 3:1 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ യഹൂദന് എന്ത് വിശേഷത? അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? തുടർന്ന് അതിനുള്ള മറുപടി 3:2 നൽകിയിട്ടുണ്ട്. സകല വിധത്തിലും വളരെയുണ്ട്. ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെ. സകല വിധത്തിലും യഹൂദന് വളരെ വിശേഷത ഉണ്ടായിരുന്നുവെങ്കിലും ഒന്ന് മാത്രമാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ്. സങ്കീർത്തനം 147:19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അവൻ യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. അവൻ്റെ വിധികൾ അവൻ അറിഞ്ഞിട്ടുമില്ല. ആവർത്തന പുസ്തകം 4:8 പറഞ്ഞിരിക്കുന്നതും ഇതാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ഇങ്ങനെ ദൈവം നൽകിയ അതിശ്രേഷ്ഠമായ നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള പഴയ നിയമം യഹൂദ ജനതയെ ശ്രേഷ്ഠ ജാതി ആക്കി. ഇത് നിമിത്തം പഴയ നിയമം നിലനിൽക്കുന്നിടത്തോളം മറ്റു ജാതികൾക്കൊന്നും അവരുമായി തുല്യത ഉണ്ടായിരിക്കുകയില്ലായിരുന്നു. യഹൂദരും ജാതികളും തമ്മിലുള്ള ഈ വേർപിരിവ് മനസ്സിലാക്കുവാൻ ശമര്യക്കാരിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. നീ ഒരു യഹൂദൻ. യഹൂദന്മാർ ശമര്യക്കാരോട് സമ്പർക്കം പുലർത്തുന്നില്ലല്ലോ. അതുകൊണ്ട് ശമര്യക്കാരി സ്ത്രീയായ എൻ്റെ അടുക്കൽ കുടിക്കുവാൻ ചോദിക്കുന്നത് എങ്ങനെ? അർത്ഥം ഇതാണ്: യഹൂദന്മാർ ജാതികളോട് സമ്പർക്കം പുലർത്തിയിരുന്നില്ല. കാരണം അവർ ശ്രേഷ്ഠ ജാതിയായിട്ട് എണ്ണിപ്പോന്നു. വെള്ളം പോലും വാങ്ങി കുടിച്ചിരുന്നില്ല.
കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വെച്ച് പത്രോസ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കാം. യഹൂദനായ ഒരു പുരുഷന് മറ്റൊരു ജാതിക്കാരനോട് പറ്റിച്ചേരുന്നതോ അടുത്തു ചെല്ലുന്നതോ ചട്ടവിരുദ്ധമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ന്യായപ്രമാണത്തിലെ ചട്ടമാണ് ഈ അയിത്താചരണത്തിന് കാരണമായിരുന്നത്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തെ നീക്കിക്കളയാതെ തുല്യ സൃഷ്ടികളായ ജാതികളെയെല്ലാം രക്ഷിച്ച് ഒരുമിച്ച് ചേർത്ത് ഒരു സഭയായി കൊണ്ടുപോകുവാൻ ആകെയില്ലായിരുന്നു. ഇങ്ങനെ പഴയ നിയമം പുതിയ നിയമപ്രകാരമുള്ള ദൈവിക പരിപാടിക്ക് തടസ്സമായിരുന്നു. അതുകൊണ്ട് ക്രിസ്തു അതിനെ തൻ്റെ ശരീരയാഗത്താൽ നീക്കിക്കളഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം, പഴയ നിയമം തിരികെ വരുമോ? വരുമെന്ന് ചിലരും വരില്ല എന്ന് മറ്റു ചിലരും ക്രിസ്തീയ ഗോളത്തിൽ പറയുന്നു. വരും എന്ന ഡിസ്പെൻസേഷണലിസ്റ്റ് ചിന്താഗതിക്കാരും വരില്ല എന്ന് ശേഷിച്ചവരും പറയുന്നു. എന്നാൽ തിരുവചനം എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കാം. എഫേസ്യർ 2:14 പറഞ്ഞിരിക്കുന്നത് ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം എന്നാണ്. ശത്രുത ആയതുകൊണ്ടാണ് ദൈവം പഴയ നിയമത്തെ നീക്കിക്കളഞ്ഞത്. വീണ്ടും ആ ശത്രുതയെ ദൈവം തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ദൈവം നീതിമാനല്ല എന്നാണ് വരിക. ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു എന്നാണ് ഗലാത്യർ 2:18 എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, ശത്രുതയായ ന്യായപ്രമാണത്തെ ദൈവം നീക്കിക്കളഞ്ഞത് ക്രിസ്തുവിൻ്റെ ശരീരയാഗത്താലാണ്. അതിനെ തിരിച്ചു വരുത്തുന്നത് ക്രിസ്തുവിൻ്റെ ശരീരയാഗത്തെ തുച്ഛീകരിക്കലാണ്. ദൈവം അത് ഒരിക്കലും ചെയ്യുകയില്ല. എഫേസ്യർ 2:14 പറഞ്ഞിരിക്കുന്ന പ്രകാരം ദൈവം ക്രൂശിൽ ന്യായപ്രമാണത്തെ നീക്കിക്കളഞ്ഞു. അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച യഹൂദന്മാരെല്ലാം ന്യായപ്രമാണം എന്ന നുകത്തിൽ നിന്നും മോചിതരായി. ആകയാൽ ക്രിസ്തുവിലായി തീർന്ന യഹൂദന്മാരോട് അപ്പസ്തോലനായ പൗലോസ് റോമർ 6:14 പറഞ്ഞു, നിങ്ങൾ നിയമത്തിൻ കീഴിലല്ല, നേരെ മറിച്ച് കൃപയിൻ കീഴിലാണ് ആകുന്നത്. മറ്റൊരിടത്ത് അപ്പസ്തോലൻ പറഞ്ഞു, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. പഴയ നിയമം സംബന്ധമായി മരിച്ചവൻ അഥവാ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചവൻ പിന്നെ നിയമത്തിൻ്റെ കീഴിലല്ല, പഴയ നിയമത്തിൻ്റെ കീഴിലല്ല, ക്രിസ്തുവിലായി തീരുന്നതോടെ അവൻ നിയമത്തിൻ കീഴിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയാണ്. പഴയ നിയമത്തിൻ കീഴിലേക്ക് പോകുകയായിരുന്ന ഗലാത്യർക്ക് അപ്പസ്തോലനായ പൗലോസ് എഴുതി, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. 5-ാം അധ്യായം 1-ാം വാക്യം. അതിൻ്റെ അർത്ഥം ഇതാണ്: പ്രിയരേ, ന്യായപ്രമാണം അടിമ നുകമാണ്, നാം അതിൽ നിന്നും മോചിതരായതാണ്, വീണ്ടും അതിൽ കുടുങ്ങി പാപത്തിൻ്റെ അടിമകളാകരുത്. അപ്പസ്തോലൻ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ആ നുകം വീണ്ടും തിരിച്ചു വരും എന്ന് പഠിപ്പിക്കുന്നത് എങ്ങനെ? ആ സ്വാതന്ത്ര്യം ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ഫലമാണെന്നിരിക്കെ ന്യായപ്രമാണത്തിൻ്റെ തിരിച്ചുവരവ് ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൻ്റെ തുച്ഛീകരണമല്ലാതെ മറ്റെന്താണ്? അപ്പസ്തോലനായ പത്രോസ് പറയുന്നു, ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങളിപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? അപ്പസ്തോല പ്രവൃത്തികൾ 15:10 ഇത് എഴുതിയിരിക്കുന്നത്. പന്തിരുവരിൽ പ്രഥമൻ ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുകയാണ്. ഇത് നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകമാകുന്നു. പിതാക്കന്മാർക്കും മക്കൾക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ തുനിയുന്നത് ദൈവത്തെ പരീക്ഷിക്കുന്ന പ്രവൃത്തി ആയിരുന്നു എങ്കിൽ ആ നുകം ഭാവിയിൽ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതും അങ്ങനെ തന്നെയല്ലേ? ന്യായപ്രമാണം ആർക്കും ചുമക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ആയിരുന്നതുകൊണ്ട് ദൈവം തൻ്റെ പുത്രൻ വഴി പുതിയൊരു നുകം ഉണ്ടാക്കി. പുത്രൻ പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. പുതിയൊരു നുകം, യേശുക്രിസ്തുവിൻ്റെ നുകം, മൃദുവായ നുകം, ചുമക്കുവാൻ കഴിയുന്ന നുകം, അതാണ് ദൈവം ഉണ്ടാക്കിയത്. പഴയതിനെ നീക്കിക്കളയുവാൻ അതുകൊണ്ട് തീരുമാനിച്ചു. ചുമക്കുവാൻ കഴിയുന്ന ഒന്ന് ഉണ്ടാക്കിയ ശേഷം ചുമക്കുവാൻ കഴിയാത്തതിനെ ദൈവം നീക്കിക്കളഞ്ഞു. ആകയാൽ
ചുമക്കുവാൻ കഴിയാത്തതിനെ ദൈവം തിരിച്ചു കൊണ്ടുവരും എന്ന വിശ്വാസം എങ്ങനെയാണ് സത്യമായിരിക്കുക? എബ്രായർ 7:18-19 പഠിപ്പിക്കുന്നു, യഥാർത്ഥത്തിൽ മുമ്പിലത്തെ കൽപ്പനയുടെ ബലഹീനതയും പ്രയോജനരാഹിത്യവും നിമിത്തം അത് നീക്കം ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം ഒന്നും പൂർണ്ണമാക്കിയിട്ടില്ല. ഒന്നും പൂർണ്ണമാക്കിയിട്ടില്ല എന്നത് നിയമത്തിൻ്റെ ബലഹീനതയും പ്രയോജനരാഹിത്യവും ആകുന്നു. അതുകൊണ്ട് ദൈവാലയ നാശത്തോടെ അത് നീക്കം ചെയ്യപ്പെടുവാൻ പോകുകയായിരുന്നു. അതിനെ ദൈവം തിരികെ കൊണ്ടുവരും എന്ന് ചിന്തിക്കുന്നത് പിന്നെ എങ്ങനെ സത്യം ആയിരിക്കും? തിരുവെഴുത്തുകൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ന്യായപ്രമാണം തിരിച്ചു വരികയില്ല എന്നുള്ളത് ഉറപ്പാണ്. ന്യായപ്രമാണം തിരിച്ചു വരുന്ന ഒരു 70-ാം ആഴ്ചവട്ടവും ന്യായപ്രമാണം വാഴുന്ന ഒരു 1000 ആണ്ട് വാഴ്ചയും തിരുവചനാനുസൃതമായ ഒരു നിഗമനമല്ല. അത് സംഭവിക്കുകയില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ്, വെളിപ്പാട് പുസ്തകത്തിലെ പഴയ നിയമ വേരുകൾ. ഇതാണ് നമ്മൾ ഇനി പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പഴയ നിയമ സാക്ഷ്യ കൂടാരത്തിലെ മിക്കവാറും എല്ലാ ഉപകരണങ്ങളുടെയും സ്ഥലങ്ങളുടെയും കാഴ്ച കാണിച്ചിട്ടുണ്ട്. ഇത് വെളിപ്പാടിൽ പരാമർശിച്ചിരിക്കുന്ന ന്യായവിധി പഴയ നിയമപ്രകാരമുള്ളതാണെന്ന സൂചന നൽകുന്നു. തെളിവുകളാണ് ഇനി നൽകുന്നത്. 1. അതിവിശുദ്ധ സ്ഥലം. വെളിപ്പാട് 11:19 അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവാലയം സമം ദൈവത്തിൻ്റെ ആലയം. ആലയം എന്ന പദത്തിന് സാധാരണ ഉപയോഗിക്കുന്ന ഹെയ്റോൺ എന്ന വാക്കല്ല, പകരം നാവോസ് എന്ന പദമാണ് ഗ്രീക്കിലുള്ളത്. നാവോസ് എന്ന പദത്തിന് നിവാസം എന്നാണ് അർത്ഥം. അതുകൊണ്ട് ദൈവാലയം എന്നല്ല, ദൈവനിവാസം എന്നായിരിക്കണം തർജ്ജമ. സാക്ഷ്യകൂടാരത്തിൽ പെട്ടകം വരുന്നത് അതിവിശുദ്ധ സ്ഥലത്തായിരുന്നു. അതാണ് നാവോസ് അല്ലെങ്കിൽ തിരുനിവാസം. ഭൗമകൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്തെ അത് അനുസ്മരിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തേത് നിയമപ്പെട്ടകം. വെളിപ്പാട് 11:19 അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി എന്ന് എഴുതിയിരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ നിവാസത്തിൽ അഥവാ അതിവിശുദ്ധ സ്ഥലത്ത് പ്രത്യക്ഷമായി എന്നാണ് വചനം. വചനത്തിൽ ഒരേ ഒരു ഉടമ്പടിയുടെ പെട്ടകമേ ഉള്ളൂ. സമ്പൂർണ്ണ ബൈബിളിൽ ഒരേ ഒരു നിയമത്തിൻ്റെ പെട്ടകമേ ഉള്ളൂ. അത് പഴയ നിയമ പെട്ടകം ആകുന്നു. ന്യായം വിധിക്കുന്ന ദൈവത്തെ ഇവിടെ പഴയ നിയമ പെട്ടകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കാണിച്ചിരിക്കുന്നത്. അത് വെളിപ്പാടിലെ ന്യായവിധികൾ പഴയ നിയമത്തിന് അനുസൃതമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തേത് കൃപാസനമാണ്. സാക്ഷ്യകൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യ പെട്ടകത്തിന്മേൽ ഒരു മൂടി എന്ന പോലെയാണ് കൃപാസനം വെച്ചിട്ടുണ്ടായിരുന്നത്. പുറപ്പാട് 25:22 അനുസൃതമായി വെളിപ്പാടിൽ ആ സ്ഥാനത്താണ് സിംഹാസനം ആയിരിക്കുന്നത്. 4-ാം അധ്യായം 2-ാം വാക്യം. പുറപ്പാട് 25:22 വായന ഇപ്രകാരമാണ്: അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിപ്പാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും. നാം വെളിപ്പാട് പുസ്തകത്തിലും സിംഹാസനത്തിൽ നിന്നാണ് ദൈവം സംസാരിക്കുന്നതായിട്ട് കാണുന്നത്. കെരൂബുകളെ പ്രതിനിധീകരിക്കുന്ന 4 ജീവികൾ അവിടെ ഉണ്ട്. അതിൻ്റെ നടുവിൽ നിന്നാണ് ദൈവം സംസാരിക്കുന്നത്. പഴയ നിയമത്തിലെ സാക്ഷ്യകൂടാരത്തിലെ ഉപകരണങ്ങളുടെയും സ്ഥലങ്ങളുടെയും യാഥാർത്ഥ്യമാണ് സ്വർഗത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി 4-ാമത്തേത് കെരൂബുകൾ. വെളിപ്പാട് 4-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലെ 4 ജീവികളുടെ വർണ്ണനം ആദ്യമായി കൃപാസനത്തിന് മുകളിലെ കെരൂബുകളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമതായി യെഹെസ്കേൽ 1:5, 6, 10 വാക്യങ്ങളിലെ 4 ജീവികളെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി അവയുടെ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദൈവാരാധന യെശയ്യാവ് 6-ലെ സാറാഫുകളെയും ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ 3ഉം പഴയ നിയമത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിലാണ് വെളിപ്പാട് പുസ്തകത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 5 യഹോവയാം ദൈവം. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ സർവശക്തിയുള്ള ദൈവമായ കർത്താവാണെന്ന് വെളിപ്പാട് 4:8 പറയുമ്പോൾ അത് യഹോവയായ ദൈവമാണെന്നാണ് പറയുന്നത്. കർത്താവ് എന്നതിന് കുരിയോസ് എന്ന പദമാണ് മൂലഭാഷയിൽ ഉള്ളത്. അവിടെ അത് ആർട്ടിക്കിൾ ഇല്ലാതെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ കർത്താവ് എന്നല്ല യഹോവ എന്ന് വേണം നാം തർജ്ജമ ചെയ്യുവാനും മനസ്സിലാക്കുവാനും. ഇനി 6-ാമത്തേത് പൊൻ ധൂപപീഠമാണ്. വിശുദ്ധ സ്ഥലത്തെയും
അതിവിശുദ്ധ സ്ഥലത്തെയും വേർതിരിച്ചിരുന്ന തിരശ്ശീലയ്ക്ക് മുമ്പിലായിരുന്നു സ്വർണ്ണ ധൂപപീഠം വച്ചിരുന്നത്. വെളിപ്പാട് 8:3 സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർണ്ണപീഠം എന്നാണ് സത്യവേദ പുസ്തക തർജ്ജമ. എങ്കിലും പൊന്നുകൊണ്ടുള്ള യാഗപീഠം എന്നാണ് തർജ്ജമ ചെയ്യേണ്ടത്. ടോ തൂസിയാസ്റ്റേരിയോൺ ടോ ക്രൂസൂൻ എന്നാണ് മൂലഭാഷയിലുള്ളത്. തൂസിയാസ്റ്റേരിയോൺ വെറും പീഠമല്ല, യാഗപീഠമാണ്. 7-ാമത്തേത് സ്വർണ്ണ ധൂപ കലശം. വെളിപ്പാട് 8:3 മറ്റൊരു ദൂതൻ സ്വർണ്ണ ധൂപകലശവുമായി വന്നു എന്ന് വായിക്കുന്നുണ്ട്. പഴയ നിയമ ആരാധനയുള്ള ബന്ധത്തിൽ സ്വർണ്ണ ധൂപകലശങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്ന് ലേവ്യർ 16:12 വായിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി 8-ാമത്തേത് 7 കവരകളുള്ള വിളക്ക്. വെളിപ്പാട് 4:5 ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. ഈ 7 ദീപങ്ങൾ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന തിരശ്ശീലയ്ക്ക് മുമ്പിലുണ്ടായിരുന്ന 7 കവരകളുള്ള വിളക്കിനെയാണ് അനുസ്മരിപ്പിക്കുന്നത്. സിംഹാസന മുറിയുടെ മാതൃകയിലായിരുന്നു സാക്ഷ്യകൂടാരം പണിതിരുന്നത് എന്ന് നാം ഇവിടെ കാണുന്നു. 9-ാമത്തെ ഐറ്റം പിച്ചളത്തൊട്ടിയാണ്. വെളിപ്പാട് 4:6 സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ എന്ന് വായിക്കുന്നുണ്ട്. ഈ പളുങ്ക് കടൽ പ്രാകാരത്തിൽ വെള്ളം നിറച്ചു വെച്ചിരുന്ന പിച്ചളത്തൊട്ടിയുടെ സ്ഥാനത്താണ് ഇരുന്നത്. ഈ കാഴ്ചയും വീണ്ടും ദർശനത്തിൻ്റെ പഴയ നിയമബന്ധത്തെ വിളിച്ചു ഓതുന്നു. 10-ാമത്തേത് താമ്രയാഗപീഠമാണ്. ഹോമയാഗം, പാപയാഗം ഇതൊക്കെ ദഹിപ്പിച്ചിരുന്ന ഇടം. വെളിപ്പാട് 8:3-5 വാക്യങ്ങളിലെ യാഗപീഠം സാക്ഷ്യകൂടാരത്തിൽ പ്രാകാരത്തിലുണ്ടായിരുന്ന താമ്രയാഗപീഠമാണ്. അതിൽ നിന്നാണ് കനൽ എടുത്ത് ധൂപകലശത്തിൽ വയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. 11-ാമത്തേത് 24 കൂറുകളായി തിരിച്ച പുരോഹിതന്മാരാണ്. വെളിപ്പാട് 4:4 സിംഹാസനത്തിൻ്റെ ചുറ്റിലുമായി 24 സിംഹാസനങ്ങളിലായി ഇരിക്കുന്ന 24 മൂപ്പന്മാരെ കാണുന്നുണ്ട്. വെളിപ്പാട് 5:8 അവരുടെ കരങ്ങളിൽ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ എന്ന ധൂപവർഗങ്ങൾ നിറഞ്ഞ പൊന്നുകൊണ്ടുള്ള കലശങ്ങളും വഹിക്കുന്നുണ്ടായിരുന്നു. ഈ 24 മൂപ്പന്മാർ 1 ദിനവൃത്താന്തം 24-25 അധ്യായങ്ങളിലെ പുരോഹിതന്മാരുടെ 24 കൂറുകളിലെ എല്ലാ പുരോഹിതന്മാരെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. അവർ പഴയ നിയമ ദൈവാരാധനയുടെ ഭാഗമായിരുന്നു. ആ ബന്ധം ഇവിടെ അടയാള ഭാഷയാൽ സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതും പഴയ നിയമബന്ധത്തെയാണ് വിളിച്ചോതുന്നത്. 12-ാമത്തേത് മിന്നലുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളുമാണ്. സീനായി മലയിൽ നിന്നാണ് അതിൻ്റെ ചുറ്റിലുമായി കൂട്ടിവരുത്തപ്പെട്ട ഇസ്രായേൽ മക്കളോട് 10 കൽപ്പനകൾ വിളംബരം ചെയ്തത്. അവിടെ ദൈവം വന്നിറങ്ങിയപ്പോൾ ശബ്ദങ്ങളുണ്ടായി, മിന്നലുണ്ടായി, കനത്ത മേഘങ്ങൾ കാണപ്പെട്ടു, കാഹളധ്വനിയുണ്ടായി. ഇനി വെളിപ്പാട് 4:5 പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ഇത് സീനായി മലയെയും ദൈവം പഴയ നിയമം ചെയ്യുവാനായി ഇറങ്ങിയ സന്ദർഭത്തെയും അനുസ്മരിപ്പിക്കുന്നു. ഇത് പുതിയ നിയമത്തെ അല്ല, പഴയ നിയമത്തെയാണ് അനുസ്മരിപ്പിക്കുന്നത്. പുതിയ നിയമത്തിന് കീഴിലേക്ക് വന്നിരിക്കുന്നവർ മിന്നലും നാദവും ഇടിമുഴക്കങ്ങളുമുള്ള പർവ്വതത്തിലേക്ക് അല്ല വന്നിരിക്കുന്നതെന്ന് എബ്രായർ 12:18 പറഞ്ഞിരിക്കുന്നുവല്ലോ. ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ പഴയ നിയമ സാക്ഷ്യകൂടാരത്തിലെ മിക്കവാറും എല്ലാ ഉപകരണങ്ങളുടെയും സ്ഥലങ്ങളുടെയും കാഴ്ച കാണിച്ചിട്ടുണ്ട്. കാഴ്ചയപ്പം വയ്ക്കുന്ന മേശ ഒഴികെ. ഇത് വെളിപ്പാടിൽ പരാമർശിച്ചിരിക്കുന്ന ന്യായവിധി പഴയ നിയമപ്രകാരമുള്ളതാണെന്ന സൂചന നൽകുകയാണ് ചെയ്യുന്നത്. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരുടെ വിധി ന്യായപ്രമാണം പ്രകാരമായിരിക്കണം എന്ന് തിരുവചനം അനുശാസിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ ന്യായപ്രമാണ പ്രകാരം വിധിക്കണം എന്നത് ദൈവത്തിൻ്റെ ന്യായമാണ്. റോമർ 2:12. എന്തുകൊണ്ടെന്നാൽ എത്ര പേരാണോ നിയമമില്ലാതെ പാപം ചെയ്തത് അത്രയും പേർ നിയമമില്ലാതെ നശിപ്പിക്കപ്പെടും. എന്നാൽ എത്ര പേരാണോ നിയമത്തിന് കീഴിൽ പാപം ചെയ്തത് അത്രയും പേർ നിയമം വഴിയായും വിധിക്കപ്പെടും. പഴയ നിയമപ്രകാരമുള്ള ന്യായവിധികളെക്കുറിച്ച് ലേവ്യർ 26, ആവർത്തനം 28 എന്നീ അധ്യായങ്ങളിൽ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ദൈവാലയത്തിൻ്റെ നാശം.
ലേവ്യർ 26:31 പറയുന്നു, ഞാൻ നിങ്ങളുടെ പട്ടണങ്ങളെ പാഴ്നിലവും വിശുദ്ധ മന്ദിരങ്ങളെ ശൂന്യവും ആക്കും. നിങ്ങളുടെ സൗരഭ്യവാസന ഞാൻ മണക്കുകയില്ല. ദൈവാലയത്തിൻ്റെ നാശത്തോടൊപ്പം ദൈവാലയത്തിലെ യാഗങ്ങൾ, വഴിപാടുകൾ എന്നിവ നിർത്തൽ ചെയ്യുന്നതും നിയമത്തിൻ്റെ പ്രതികാരം ആകുന്നു. നിങ്ങളുടെ സൗരഭ്യവാസന ഞാൻ മണക്കുകയില്ല എന്ന വാക്കുകൾ ഇതാണ് പറയുന്നത്. പട്ടണങ്ങളുടെ നാശവും നിയമത്തിൻ്റെ പ്രതികാരം തന്നെയാണ്. ഇപ്രകാരം യെരുശലേം പട്ടണത്തിൻ്റെയും ദൈവാലയത്തിൻ്റെയും നാശവും യാഗങ്ങളും വഴിപാടുകളും നിന്നുപോയതും ന്യായപ്രമാണ പ്രകാരമുള്ള ന്യായവിധിയായിരുന്നു. ഇതെല്ലാം നെബൂഖദ്നേസറിൻ്റെ ആ ഇൻവേഷൻ്റെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അത് AD 70 സംഭവിച്ചിട്ടുണ്ട്. AD 70 സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ജോസിഫസിൻ്റെ ചരിത്ര പുസ്തകത്തിൽ നിന്ന് വിശദമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഈ ന്യായവിധിയാണ് വെളിപ്പാടിലെ ന്യായവിധി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അധ്യായം 4 കടക്കാം. അത് അടുത്ത ക്ലാസ്സിലാകട്ടെ. നമ്മുടെ ദൈവവും രക്ഷകനുമായ കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.